ആരോഗ്യവകുപ്പിലെ അതിഗുരുതരമായ സിസ്റ്റം തകരാറിന് വീണ്ടും ഒരു ഇര. ഈ മട്ടിൽ രാവിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ വന്ന വാർത്ത ഇങ്ങനെയാണ്. ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2021 ഗർഭപാത്രം നീക്കം ചെയ്ത വീട്ടമ്മയുടെ വയറ്റിൽ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിച്ച കത്രിക കണ്ടെത്തി. എക്സ്റേ പരിശോധനയിലാണ് ഇപ്പോൾ കത്രിക കണ്ടെത്തിയത്. പരിശോധനാ ഫലവുമായി കഴിഞ്ഞ ദിവസം ആശുപത്രിയിലെത്തിയവരെ ഗുളിക കൊടുത്ത് തിരിച്ചയച്ചു. സംവിധാനത്തിന്റെ തകരാർ എന്ന് പറഞ്ഞ് ഇത്തരം കേസുകൾ ആരോഗ്യവകുപ്പിനും വകുപ്പ് മന്ത്രിക്കും മേലെ കെട്ടിവെക്കുന്നവർ ഒന്നാലോചിക്കണം. ആരോഗ്യവകുപ്പ് നന്നായാൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിനെ മാത്രം പഴി പറഞ്ഞതുകൊണ്ട് കാര്യങ്ങൾ നടക്കുമോ? ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഉത്തരവാദിത്തമില്ലേ? അവർക്ക് എന്താണ് പണി? ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെ അതിസൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ടതാണ് എന്നിരിക്കെ അതൊക്കെ ഒരു മനുഷ്യ ശരീരത്തിനുള്ളിൽ പെടുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് യഥാർത്ഥത്തിൽ ഉത്തരം പറയേണ്ടത് ആരോഗ്യമന്ത്രിക്ക് മുൻപേ ആശുപത്രി ജീവനക്കാരല്ലേ? തുന്നലിന് ഉപയോഗിക്കുന്ന നൂല് മുതൽ വലിയ ആയുധങ്ങൾ വരെ ഇങ്ങനെ രോഗികളുടെ ശരീരത്തിനുള്ളിൽ പെട്ടുപോകുന്നതിന് ഉത്തരവാദികൾ ആരെന്ന് ചിന്തിക്കേണ്ടത് നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന നമ്മൾ തന്നെയാണ്. ഇത്തരം അനാസ്ഥയ്ക്ക് കാരണക്കാരാകുന്നവരെ പിരിച്ചുവിട്ടാണ് ആരോഗ്യവകുപ്പ് സംവിധാനത്തിലെ പിഴവ് ആദ്യം പരിഹരിക്കേണ്ടത്. ആലോചിക്കുക. ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ വയറ്റിൽ മറന്നുവെച്ച 10 സെന്റിമീറ്ററോളം വലുപ്പമുള്ള കത്രികയുമായി തൊഴിലുറപ്പ് തൊഴിലാളിയായ പുന്നപ്ര 40 ചിറയിൽ ഉഷ ജോസഫ് 51 വയസ്സുകാരിയാണ്. അവർ 5 കൊല്ലത്തോളം കഠിന വേദന സഹിച്ച് ജീവിക്കുകയായിരുന്നു. ഒരു മുഴ കണ്ടെത്തിയതിനെ തുടർന്ന് 2021 മെയ് 3 ഗൈനക്കോളജി വിഭാഗത്തിൽ ഉഷയുടെ ഗർഭപാത്രം നീക്കിയത്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതിനാൽ കൂട്ടിരിപ്പുകാർ ഒപ്പമുണ്ടായിരുന്നില്ല. ശസ്ത്രക്രിയ കഴിഞ്ഞ ദിവസം മുതൽ വയറുവേദന പതിവായിരുന്നു എന്ന് ഉഷ പറയുന്നു. പല ഡോക്ടർമാരെയും കണ്ടു എങ്കിലും മൂത്രത്തിൽ കല്ലാണ് എന്നായിരുന്നു നിഗമനം. ഇതിന് മരുന്ന് കഴിച്ചു എങ്കിലും വേദന കുറഞ്ഞില്ല. കഴിഞ്ഞ ഒരാഴ്ചയായി മൂത്രത്തിലൂടെ രക്തം വരാൻ തുടങ്ങിയതോടെ മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച യൂറോളജി വിദഗ്ധനായ ഒരു ഡോക്ടറെ കണ്ടു. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ എക്സ്റേ പരിശോധനയിലാണ് കത്രിക കണ്ടെത്തിയത്. തുടർന്ന് കഴിഞ്ഞ ദിവസം മെഡിക്കൽ കോളേജ് ഗൈനക്കോളജി വിഭാഗത്തിൽ എത്തി എങ്കിലും ഗുളിക നൽകി 23 വീണ്ടും വരാൻ ആവശ്യപ്പെട്ട് മടക്കി അയച്ചു. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ സമരമായിരുന്നു. അതിനാലാണ് ഉഷയെ അഡ്മിറ്റ് ചെയ്യാതിരുന്നത് എന്നാണ് വിവരം. 23 ആശുപത്രിയിൽ എത്തണമെന്നും അന്ന് ശസ്ത്രക്രിയ നടത്തി കത്രിക പുറത്തെടുക്കാമെന്നും ഡോക്ടർമാർ അറിയിച്ചതായി ഉഷ പറയുന്നു. പക്ഷേ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക മറന്നുവെച്ച ആശുപത്രിയിൽ വീണ്ടും പോകാൻ തനിക്ക് ധൈര്യമില്ല എന്ന് ഉഷ പറയുന്നു. അതിനാൽ കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. സ്വന്തം വീട് തകർന്നതിനെ തുടർന്ന് ഉഷയുടെ കുടുംബം ഏറെ നാളായി വാടക വീട്ടിലാണ് താമസം. ഭർത്താവ് ജോസഫ് കൂലിപ്പണിക്കാരനാണ്. സംഭവം അറിഞ്ഞു എന്നും പരാതി കിട്ടിയില്ല എന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എ ഹരികുമാർ അറിയിച്ചു. ഇവരൊരു തൊഴിലുറപ്പ് തൊഴിലാളിയാണ്. ഇവരുടെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ്. ഇവർക്ക് സർക്കാർ സംവിധാനങ്ങളെ മാത്രമേ ആശ്രയിക്കാനാകൂ. മെഡിക്കൽ കോളേജ് പോലുള്ള ആശുപത്രികളിൽ മാത്രമേ ഇവരെ പോലുള്ളവർക്ക് പോകാനാകൂ. കുറച്ച് സംവിധാനങ്ങൾ, കുറച്ച് സൗകര്യങ്ങളൊക്കെ ഉള്ളവർ സ്വകാര്യ ആശുപത്രികളിൽ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല കെയർ കിട്ടുമെന്ന് സാധാരണക്കാരൻ ചിന്തിക്കുന്നതിന്റെ പിന്നിലുള്ള അനുഭവങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇവിടെ സാധാരണക്കാർ പോകുന്ന മെഡിക്കൽ കോളേജ് പോലെയുള്ള ആശുപത്രികളിൽ ഉത്തരവാദിത്തം ഇല്ലാതെ പെരുമാറുന്ന ഡോക്ടർമാർ എന്ന് തന്നെ പറയേണ്ടി വരും. എന്നാൽ കാശ് കിട്ടുമ്പോൾ ഡോക്ടർമാർക്ക് ഉത്തരവാദിത്തം കൂടുന്നത് എങ്ങനെയാണ്? അങ്ങനെ പെരുമാറേണ്ടവരാണോ ഡോക്ടർമാർ? അതേസമയം വണ്ടാനം മെഡിക്കൽ കോളേജിൽ ഇതിനു മുൻപ് ചികിത്സാ പിഴവുണ്ടായ സംഭവത്തിന് സമാനമായ അനുഭവം നേരിടേണ്ടി വന്ന കോഴിക്കോട്ടെ ഹർഷിനെയും സമരത്തിനിറങ്ങും എന്നാണ് അറിയുന്നത്. രാവിലെ 10 കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ഹർഷിന സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള സമരത്തിൽ പങ്കെടുക്കുകയാണ്. ശസ്ത്രക്രിയക്കിടെ ഡോക്ടർമാർ വയറ്റിൽ മറന്നുവെച്ച കത്രിക കുടുങ്ങിയ ഹർഷിനയെ അത് പുറത്തെടുത്ത ശേഷവും രോഗങ്ങൾ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. മെഡിക്കൽ കോളേജുകളിൽ മാത്രം ഇങ്ങനെ ഉത്തരവാദിത്തം ഇല്ലായ്മ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? കുറച്ചുകൂടി കാശ് കിട്ടുന്ന സ്വകാര്യ ആശുപത്രികളിലേക്ക് ഇവർ പോകുമ്പോൾ ഇവർക്ക് വരുന്ന ഉത്തരവാദിത്തം എവിടെ നിന്നാണ്? അപ്പോൾ ഇവരൊക്കെ പറയുന്ന എത്തിക്സ്, പ്രൊഫഷണൽ എത്തിക്സ് എന്തുകൊണ്ടാണ് ഈ ഇടങ്ങളിൽ മാത്രം ഉണ്ടാവുകയും സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ഉണ്ടാവുകയും സർക്കാർ ആശുപത്രികളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത്? വീട്ടുകാര്യവും പറഞ്ഞ് നാട്ടുകാര്യവും പറഞ്ഞാണോ ഇവർ ഒരു രോഗിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവിടെ തുന്നിക്കെട്ടൽ നടത്തുന്നത്? അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകുന്നത് എന്ന് സാധാരണക്കാരായ ജനങ്ങൾ ചോദിച്ചാൽ ഇവർക്ക് എന്ത് ഉത്തരമാണ് പറയാനുള്ളത്? എന്നാൽ എല്ലാവരും അങ്ങനെയാണ് എന്ന് പറയുന്നില്ല. വളരെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടർ തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നത്. എല്ലാ കേസിലും ഡോക്ടർമാർ മാത്രം കുറ്റക്കാരാണെന്ന് പറയുന്നില്ല. ഇതൊരു അശ്രദ്ധ തന്നെയാണ്. അങ്ങനെ അശ്രദ്ധ ആണെന്നിരിക്കെ കേസുകളിൽ മറിച്ചും സംഭവിക്കാറുണ്ട് എന്ന് തള്ളിക്കളയുന്നില്ല. നമുക്കറിയാം, നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ സിസേറിയന് പിന്നാലെ കുഞ്ഞു മരിച്ച സംഭവത്തിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധവുമായി ഡോക്ടർമാർ രംഗത്തുണ്ട്. ഇന്നും ആശുപത്രിയിൽ OP ബഹിഷ്കരിക്കാനാണ് ഡോക്ടർമാരുടെ തീരുമാനം. പ്രതിഷേധത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയകളാണ് നിർത്തിവെക്കുന്നത്. പുതിയ അഡ്മിഷൻ എടുക്കില്ല, കൂടാതെ റഫറൽ അഡ്മിഷനും സ്വീകരിക്കില്ല എന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. സമരം ജില്ലാ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും KGMOA തീരുമാനിച്ചിട്ടുണ്ട്. നാളെ ജനറൽ ബോഡി ചേരും, അന്തിമ തീരുമാനം എടുക്കുമെന്നാണ് വിവരം. എന്തായാലും ഇവിടെ പെട്ടുപോകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്.
ഒരു ഗുരുതരമായ അസുഖവുമായി ഇത്തരം ആശുപത്രികളിൽ ചെല്ലുമ്പോൾ ഈ സമരങ്ങൾക്ക് മുന്നിൽ ബലിയാടാകുന്നത് സാധാരണക്കാരായ, ചിലപ്പോൾ പെട്ടെന്നൊരു അസുഖം വരുന്നവരൊക്കെ ആയിരിക്കും. ശരിക്കും ഈ സംവിധാനത്തിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്. ഒരു ആരോപണം ഉണ്ടായാൽ, ഒരു ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അതിനെതിരെ പ്രതിഷേധിക്കുമ്പോഴും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന് വിലയുണ്ട് എന്ന് ഡോക്ടർമാർ ചിന്തിക്കണം. അത് തന്നെയല്ലേ പ്രൊഫഷണൽ എത്തിക്സ് എന്ന് പറയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരുപാട് മാറിപ്പോയി. ഇപ്പൊ നമ്മുടെ ഡോക്ടർമാരും അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡും ഒക്കെ ഒരുപാട് മാറിപ്പോയി. ആർക്കും ആത്മാർത്ഥതയില്ല. ഒരു സാധാരണക്കാരന്റെ ജീവന് ആർക്കും വിലയില്ല. അവർ ജീവന് വിലയിടുന്നത് കാസിന്റെ പുറത്തു തന്നെയാണ് എന്നത് പറയേണ്ടി വരും. ഇതിനാണ് മാറ്റങ്ങൾ വരേണ്ടത്. സർക്കാരിനെയും വകുപ്പ് മന്ത്രിയും മാത്രം കുറ്റം പറയാതെ ആദ്യം ഈ ജോലികളൊക്കെ ചെയ്യുന്ന ഡോക്ടർമാർ അവർ സ്വയം ആത്മപരിശോധന നടത്തുക. അവരുടെ ഭാഗത്ത് എവിടെയൊക്കെയാണ് പിഴവ് വരുന്നത് എന്ന് നോക്കുക, അത് ശരിയാക്കുക. എന്നിട്ട് സംവിധാനത്തെ കുറ്റം പറയുക. പൊതുജനങ്ങളും അതിനും ഒപ്പം നിൽക്കുകയാണ് വേണ്ടത് എന്നാണ് അഭിപ്രായം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.